റിയ ബൂട്ടിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ കട്ട് ചെയ്യാൻ പോകുന്നത് റയറായിട്ടുള്ളൊരു മോഡൽ തന്നെയാണ്. നമ്മുടെ കേരളത്തിൽ മുസ്ലിം സ്ത്രീകൾ ധരിക്കുന്ന ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ബ്ലൗസിൻ്റെ അളവ് എടുക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അടുത്തതിൽ നമുക്ക് കട്ടിങ്ങും വേറൊരു പാർട്ടിൽ സ്റ്റിച്ചിങ്ങുമായിട്ട് 3 പാർട്ടായിട്ടാണിത് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ബ്ലൗസിൻ്റെ സ്ലീവും ബോഡിയും കൂടി ഒരുമിച്ചാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യം എടുക്കേണ്ടത് സ്ലീവിൻ്റെ ലെങ്ത്ത്. അതാണിപ്പോൾ നമ്മളെടുത്തത്. സ്ലീവിൻ്റെ ലെങ്ത്ത് എടുത്തു. അത് 25.5 ഇഞ്ചാണ്. ബോഡിയും ലെങ്ത്തും കൂടിയിട്ട്. ഷോൾഡറും സ്ലീവും ബോഡിയും 3ഉം കൂടി ഒറ്റ പീസിലാണ് അതിന് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ലീവിൻ്റെ എൻഡ് ലൂസ് എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മിഡിലിൽ ഒരു ലൂസ് എടുക്കാനുണ്ട്. പിന്നെ ഇനി എടുക്കാനുള്ളത് അതിൻ്റെ ടെക്ക് പോയിൻറ്റും ബോഡിയുടെ ഒരു പാർട്ടിൻ്റെ ലെങ്ത്തും. അപ്പോൾ അത് ഫ്രണ്ടും ബാക്കും ഒരുപോലെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തയ്യൽ തുമ്പ് കറക്റ്റ് വെച്ചിട്ട് അളവെടുക്കണം. അതല്ലെങ്കിൽ ടെക്ക് പോയിൻറ്റിൻ്റെ അളവിൽ മാറ്റം വരും. അപ്പോൾ ബ്ലൗസ് ഇട്ടാൽ വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ അവിടെ നമുക്ക് 9.25 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ഇതിനെ ഉമ്മ കുപ്പായം എന്ന് പറയും, പെൺകുപ്പായം എന്ന് പറയും. പല പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. പല ഭാഗത്തും പല പേരിലാണ് ഈ ബ്ലൗസിന് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് എടുക്കേണ്ടതിൻ്റെ ബോഡിയുടെ അളവാണ്. ബോഡിയുടെ അളവ് ഒരുമിച്ച് എടുക്കാം. അതല്ലെങ്കിൽ പാർട്ടായിട്ട് എടുക്കാം. പാർട്ടായിട്ടാകുമ്പോൾ അത് 3 പീസാണ് വരുന്നത്. താഴത്തെ ഭാഗം സെൻറ്ററിലൊരു പട്ട വരും. 2 സൈഡിൽ ബോഡിയുടെ 2 പീസ് വരും. അപ്പോൾ ബോഡിയുടെ അളവ് മൊത്തം എടുത്തിട്ട് അതിന് സെൻറ്ററിലെ പട്ടയുടെ വീതി മൈനസ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് സെൻറ്ററിലെ പീസിൻ്റെ അളവെടുക്കാം. ബോഡിയുടെ ഒരു ഭാഗത്ത് അളവെടുത്താൽ മതി. അങ്ങനെയും ചെയ്യാം. ഇതിന് നമുക്ക് 1.25 ഇഞ്ചാണ് സെൻറ്റർ വരുന്നത്. ആ പട്ട ജോയിൻ്റ് ഇല്ലാതെ മുകളിൽ നിന്ന് താഴെ വരെ ഒറ്റ പീസായിട്ടാണ് കൊടുക്കുന്നത്. അത് തുണി തികയില്ലെങ്കിൽ അതിന് ജോയിൻ്റ് ഇടും. അത് ചിലപ്പോൾ ചില ആളുകളുടെ ബോഡി ഷേപ്പിനനുസരിച്ച് തുണി തികയാതെ വരാറുണ്ട്. അപ്പോൾ ആ പീസിന് ചിലപ്പോൾ ജോയിൻ്റ് കൊടുക്കാറുണ്ട്. അത് നമുക്ക് മുകളിലെ പാർട്ട് 9.25 താഴത്ത് 11, അങ്ങനെ 20 ഇഞ്ച്, 20.5, 21 ഇഞ്ച് നീളം വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ തയ്യൽ തുമ്പും കൂടി വരും താഴ്ഭാഗത്ത് മടക്കിയടിക്കാനുള്ളത്. അത് ഒറ്റ പീസായിട്ട് കട്ട് ചെയ്യാം. അതല്ലെങ്കിൽ 2 പീസായിട്ട് കട്ട് ചെയ്യാം. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും 2 പീസ് വേണം. പിന്നെ ഓപ്പണിംഗ് ആണ്, ഫ്രണ്ട് ഓപ്പൺ കൊടുക്കുന്നത്. അത് 8 ഇഞ്ചിലാണ് ഈ ബ്ലൗസിന് കൊടുത്തിട്ടുള്ളത്. അതും ഈ പറഞ്ഞതുപോലെ തല കടക്കാവുന്ന ഒരളവാണ് നമ്മളതിന് കൊടുക്കാറ്. സാധാരണ തല കടക്കാൻ നമുക്ക് 21 മുതൽ 23 ഇഞ്ച് വരെയാണ് ഒരാളുടെ തലയുടെ വട്ടം വരുന്നത്. അപ്പോൾ അതിന് കണക്കാക്കിയിട്ടാണ് നമ്മൾ ആ ഓപ്പണിങ് കൊടുക്കാറ്. പിന്നെ ഇനി അതിന് ഒരു സ്ക്വയർ പീസ് വരുന്നുണ്ട്. ആ പീസിൻ്റെ അളവെടുക്കണം. ഈ ബ്ലൗസിന് വന്നിട്ടുള്ളത് അത് 3 ഇഞ്ച് സ്ക്വയറിലുള്ളൊരു പീസാണ് വരുന്നത്. 3 ഇഞ്ചാണ് ഇത് വരുന്നത്. 3 ഇഞ്ച് സ്ക്വയർ പീസ്.
അപ്പോൾ അത് എഴുതി വെച്ചു. ഇനി കഴുത്തിൻ്റെ അളവാണ്. കഴുത്തിൻ്റെ അളവ് 14.5 ഇഞ്ചാണ് അവർക്ക് വേണ്ടത്. 7.25 നടുമടക്കി പിടിച്ചപ്പോൾ 7.25 ഇഞ്ച് കറക്റ്റ്. അതാണ് അവരുടെ കഴുത്തിൻ്റെ അളവ്. 14.5 ഇഞ്ച് തയ്ച്ച് കഴിഞ്ഞാൽ അത് 14 ഇഞ്ചാണ് അളവ് കിട്ടുന്നത്. അപ്പോഴാണ് അത് കഴുത്തിൽ ക്ലോസ്ഡ് നെക്കായിട്ട് കുടുങ്ങി നിൽക്കുള്ളൂ. ഇനി നമ്മൾ ബോഡിയുടെ ലെങ്ത്ത് എടുക്കാൻ മറന്നിട്ടുണ്ട്, അതെടുക്കണം. സ്ലീവ് ഷോൾഡർ എല്ലാം കൂടി എടുത്തു. പിന്നെ ഇതിന് നമുക്ക് ആകെ 4 പീസാണ് ഒരു ഭാഗത്തേക്ക് വരുന്നത്. 1 കൈ, 2 അടിയിലത്തെ പാർട്ട് ബോഡിയുടെ പാർട്ട്, 3 സെൻറ്ററിൽ വരുന്ന പീസ്, 4 ആ സ്ക്വയർ പീസ്. അങ്ങനെ ഒരു സൈഡിലേക്ക് 4 പീസാണ് വരുന്നത്. അതേപോലെ ഈ സൈഡിലേക്ക് 4 പീസ് വരും. അങ്ങനെ മൊത്തം 8 പീസാണ് ഈ ബ്ലൗസിന് വരുന്നത്. അതിൽ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാം ഡബിൾ വെച്ച് 4 പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. എല്ലാ പാർട്ടും ഡബിൾ വെച്ചിട്ട്. ഇത് ബാക്ക് ഭാഗമാണ്. ബാക്കും ഫ്രണ്ടും ഒരേപോലെയാണ് ഇതിന് വരുന്നത്. മറ്റ് മാറ്റങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാ പീസും ഒരുമിച്ച് വെച്ച് വെട്ടിയെടുക്കാം. സ്ലോവിൽ കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കാണുന്നവർക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയാണ് വളരെ സ്ലോ ആക്കിയിട്ടുള്ളത്. നമ്മൾ ഈ ലെങ്ത്ത് എടുക്കാൻ നേരത്തെ മറന്നിട്ടുണ്ടായിരുന്നു, ബോഡിയുടെ ലെങ്ത്ത്. അപ്പോൾ അത് 11 ഇഞ്ച് ലെങ്ത്താണ് വരുന്നത്. അപ്പോൾ 11 ഇഞ്ച് ലെങ്ത്ത് വരുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമുക്കതിന് 1/2 ഇഞ്ച് മുകളിൽ തയ്ക്കാനുള്ള തുമ്പിടണം, താഴെ മടക്കിയടിക്കാൻ 1 ഇഞ്ച് ഇടണം. അങ്ങനെ ആ പീസിൽ 1.5 ഇഞ്ച് കൂട്ടിയിട്ടിട്ട് വേണം അത് കട്ട് ചെയ്യാൻ. വീഡിയോ കാണുന്നവർ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും ഷെയറും എല്ലാവരും ചെയ്യണം. അതാണ് പുതിയ പുതിയ വീഡിയോകളിടാനുള്ള എൻ്റെ പ്രചോദനം. അത് മറക്കരുത്. ട്രഡീഷണൽ വർക്കുകൾ ഇനിയും പ്രതീക്ഷിക്കാം. ഇതിനെ നമ്മൾ 3 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അളവെടുക്കുന്നത് ഒരു പാർട്ട്, കട്ടിങ് വേറൊരു പാർട്ട്, സ്റ്റിച്ചിങ് വേറെ പാർട്ട്. ഇതിന് നമുക്ക് കഴുത്തിനും കയ്യിൻ്റെ എൻഡിലും മാത്രമേ പൈപ്പിങ് കൊടുത്തിട്ടുള്ളൂ. ചിലതിന് ലേസ് കൊടുക്കും, ചിലതിന് പൈപ്പിങ് കൊടുക്കും. ഇതിന് കഴുത്തിനും സ്ലീവിൻ്റെ എൻഡിലും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ചില ബ്ലൗസിന് ഫ്രണ്ടിൽ ആ പടിയുടെ 2 സൈഡിലും കൊടുക്കും, ഈ സെൻറ്ററിലും കൊടുക്കും, നമ്മുടെ ടെക്ക് പോയിൻറ്റിൻ്റെ അളവിൽ. ചിലർ ഫ്രണ്ടിൽ മാത്രം കൊടുക്കും, ചിലർ ഫ്രണ്ടും ബാക്കും ഒരുപോലെ കൊടുക്കും.